UK പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി മേയർ ആര്യ രാജേന്ദ്രൻ. തട്ടിപ്പെന്ന ആരോപണം. തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് UK പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയതിൽ കടുത്ത ആരോപണവുമായി BJP ഹാൻഡിലുകൾ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലെ അംഗീകരിക്കപ്പെട്ട ഒന്നല്ല WBR എന്നതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുവെന്നും ഈ സംഘടനയ്ക്കെതിരെ ആരോപണങ്ങളുണ്ടെന്നാണ് BJP വാദം. ഈ സംഘടനയുടെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകുകയോ ഭാരവാഹികളെ ബന്ധപ്പെടുകയോ ചെയ്താൽ ഏത് തരത്തിലുമുള്ള സർട്ടിഫിക്കറ്റ് അടിച്ചു തരുമെന്നാണ് BJPക്കാർ പറയുന്നത്. UK പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിലെ പല ഭാഗങ്ങളും സംഘടനകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. ഹൗസ് ഓഫ് കോമൺസിലെ ആറ്റ്ലി സ്യൂട്ട്, ടെറസ് ഡൈനിങ് റൂമുകൾ, ചർച്ചിൽ റൂം, ടെറസ് പവലിയൻ, അപരിചിതരുടെ ഭക്ഷണമുറി എന്നിവ പാർലമെന്റ് സിറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നവയാണെന്നും ഏതോ പേപ്പർ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് യാത്രാ ചിലവെടുത്തുകൊണ്ട് തിരുവനന്തപുരം മേയർ UKയിൽ കറങ്ങാൻ പോയതാണെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം ഇത്തരത്തിൽ കേരളത്തിലെ പല VIPകളും തട്ടിപ്പിൽ ഇരയായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവാർഡ് തട്ടിപ്പ് പുറത്തു വന്നതോടെ ആദരിക്കപ്പെട്ട MK മാണി മുതൽ MG ശ്രീകുമാർ വരെയുള്ള പ്രമുഖർക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് സംഭവിച്ചത്. ഈ തട്ടിപ്പിൽ വീഴാതെ സത്യം വിളിച്ചു പറഞ്ഞത് പൂഞ്ഞാർ മുൻ MLA PC ജോർജ് മാത്രം. ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പ്രാഞ്ചിയേട്ടന്മാരുടെ വഴിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരമാണെന്ന വാദം ഉയർത്തുകയാണ് എന്നാണ് ആരോപണം. 2 ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സംഘടനയാണ് ആര്യ രാജേന്ദ്രനെ ആദരിക്കുന്നത്. ഇതിന് ബ്രിട്ടനിലെ രാഷ്ട്രീയ സംവിധാനവുമായി പോലും ബന്ധമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്വകാര്യ സംഘടന ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹാൾ വാടകയ്ക്കെടുത്ത് നടത്തിയ ചടങ്ങിലാണ് ആര്യ പങ്കെടുത്തത്. ഈ സംഘടനയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.